ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജൂലൈ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇന്ന് ഞാൻ കരിയറും ലവ് രണ്ടും ഈ റീഡിങ്ങിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താ മെസ്സേജ് പറയണ വെച്ചാൽ അത് നമ്മൾ നോക്കാം എന്താണെന്ന്. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ റെസൊനേറ്റ് ആയിച്ച. അപ്പോൾ ജെമിനായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഓവറോൾ എനർജി? ജൂലൈയുടെ ഓവറോൾ എനർജിയാണ് 10 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഔട്ട്കം നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണേ. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. ഞാൻ ഇതിങ്ങനെ വെക്കാം ഈ കാർഡിന്. അപ്പോൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് കുറേ അബണ്ടൻസിൻ്റെ എനർജിയാണ്. ഫിനാൻഷ്യലി ഈ മാസം നല്ല മാസമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ സക്സസ് ഉണ്ട്, കുറേ സ്റ്റെബിലിറ്റി ഉണ്ട്, കുറേ ബോണസ് ആയിട്ട് ഒരുമിച്ച് പൈസ വരണ എനർജിയാണിത്. അപ്പോൾ ബൾക്ക് മണി ഉണ്ടാവാൻ വഴിയുണ്ട്. മേ ബി നിങ്ങൾ എന്തെങ്കിലും വിൽക്കണ്ട വെച്ചാൽ ഒരു ലാൻഡോ ഇല്ല വെച്ചാൽ വീട്, അങ്ങനത്തെ ഒരു വലിയ പ്രോപ്പർട്ടി എന്തെങ്കിലും വിൽക്കാൻ നോക്കണ്ട വെച്ചാൽ ബൾക്കിൽ വരണ പൈസയാണ് ഇത്. ബോണസ്, കമ്പനിയിൽ ബോണസ് കിട്ടുന്നുണ്ട് വെച്ചാൽ ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റിട്ടേൺസ് വരണ എനർജി, അങ്ങനെ എന്തോ ആണ് ഇത്. ഒരു വലിയ എമൗണ്ട് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ്. പക്ഷേ ഇത് ഫാമിലി സ്റ്റെബിലിറ്റി കൂടിയുമാണ്. അപ്പോൾ മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യണ എനർജിയും ആവാം. 7 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ എന്തോ കുറേ കൺഫ്യൂസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. കുറേ ഒരു ഇല്യൂഷൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായില്ല പാസ്റ്റിൽ. ഇത് ലവിലായിരിക്കാം, കരിയറിലായിരിക്കാം, കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ 10 ഓഫ് പെൻറ്റിക്കിൾസ് ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ഈ 10 ഓഫ് പെൻറ്റിക്കിൾസ്? നിങ്ങളുടെ 3 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിലും വരാൻ പോണത് കുറേ ഒരു പോസിറ്റീവ് എനർജിയാണ്. 3 ഓഫ് വാൻഡ്സ് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റേ കാര്യത്തിലും കുറേ പോസിറ്റീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ആ ബൾക്ക് പൈസ മൊത്തം കിട്ടിയില്ല വെച്ചാലും ഫ്യൂച്ചറിൽ കുറേ ചാൻസസ്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും നിങ്ങൾക്ക്. ബൾക്കിൽ പൈസ വരണ എനർജി മാതിരി, അങ്ങനെ ഒരു ലംസം എമൗണ്ട് വരണ എനർജി ഞാൻ കാണുന്നുണ്ട്. അത് ഇപ്പോൾ അല്ല വെച്ചാൽ ഫ്യൂച്ചറിലും ഉണ്ടാവും. അപ്പോൾ ഈ മാസം അത് കണ്ടില്ല വെച്ചാൽ പേടിക്കണ്ട. പക്ഷേ പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇത് ഫ്യൂച്ചറിലും വരാൻ വഴിയുണ്ട്. 7 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? 4 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്തോ കൺഫ്യൂഷൻ എനർജി ആണ് ഞാൻ കാണുന്നത്. മേ ബി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ഓറൽസ് ഒരു എൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ആ എൻഡിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. അപ്പോൾ ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്. ഇത് ഫിനാൻഷ്യൽ കാര്യമായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആലുമിനിക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതും ഒരു ബൾക്ക് മണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു വെയിറ്റിംഗ് പീരിയഡാണ് ഇവിടെ ഞാൻ കാണുന്നത്. 7 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? 8 ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങളൊരു വെയിറ്റിംഗ് പീരിയഡിലാണ്. മേ ബി ഫിനാൻഷ്യൽ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓറൽസ് നിങ്ങളൊരു ജോലി വിട്ടുവെച്ചാൽ അതിൻ്റെ PF എന്തെങ്കിലും അങ്ങനെ പെൻഡിങ് ഡ്യൂസ് അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, അവരുടെ മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓറൽസ് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പറഞ്ഞാൽ ആ എനർജി ഇപ്പോഴും നിങ്ങൾ കുറേ സാഡും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. അപ്പോൾ ഈ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഫ്യൂച്ചറിൽ ക്വീൻ ഓഫ് കപ്സ് കാണാണ്ട്, ഫ്യൂച്ചറിൽ ഞാൻ ഒരു വാട്ടർ സൈൻ, പൈസിസ്, ക്യാൻസർ, സ്കോർപ്പിയോ മേ ബി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇവിടെ കുറേ ലവ് ഉണ്ട്. ഈ പേഴ്സൺ കുറേ ഒരു ലവിങ് പേഴ്സൺ ആണ്. ഈ പേഴ്സൺ ആരാണ് ഈ ഫ്യൂച്ചറിൽ? വീൽ ഓഫ് ഫോർച്യൂൺ.
അപ്പോൾ നിങ്ങളുടെ ലക്ക് ചേഞ്ച് ആവുന്നുണ്ട്, നിങ്ങളുടെ സമയം ചേഞ്ച് ആവുന്നുണ്ട്. ചീത്ത സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണേ. ആൻഡ് ഈ പുതിയ ബിഗിനിങ്ങിൽ ഒരു പുതിയ പേഴ്സണും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 3 of Swords ആണ്. ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. ഈ എനർജിന്ന് പുറത്ത് വരണതാണ് ഏറ്റവും ഡിഫിക്കൾട്ട് സമയം. എന്നുവെച്ചാൽ ഈസി അല്ല. ഹാർട്ട് ബ്രേക്ക് ആവുമ്പോൾ, ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ആവുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഇത് കരിയറിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു പുതിയ സ്റ്റാർട്ട്. ആൻഡ് 2 of Pentacles ആണ് നിങ്ങളുടെ അഡ്വൈസ്. എവിടെയോ നിങ്ങളുടെ എനർജി ഇംബാലൻസ്ഡ് ആണ്. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ നോക്കുക. ഇവിടെ 8 of Swords നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നും ഒരു മുമ്പോട്ട് പോവാണ് എനർജി ഞാൻ കാണില്ല. എന്നുവെച്ചാൽ ഇത് കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയം ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അഗൈൻ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ആൻഡ് അതൊരു പോസിറ്റീവ് വേയിലാണ് ഫ്യൂച്ചർ ഉണ്ടാവുക. അപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കുക. ഐ നോ അത് പറയാൻ ഈസി ആണെന്ന്, പക്ഷേ നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആണ് ഇത്. കുറേ റൊമാൻറ്റിക് മെസ്സേജസ് വരും. ഈ പേഴ്സൺ മേ ബി നിങ്ങൾക്ക് ജൂലൈയിലായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക, ഓർ എൽസ് മേ ബി ജൂലൈ, ഓഗസ്റ്റ് ആയിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഔട്ട്കമ്മിലേക്ക് ചെല്ലാം. ഔട്ട്കം കാർഡ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഔട്ട്കം ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 of Swords. കുറേ ഓവർ തിങ്കിങ്, സ്ട്രെസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും രാത്രി ഉറക്കം വരുന്നില്ല. അങ്ങനത്തെ എനർജിയാണ് ഔട്ട്കം. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ല, അതിനെ ലെറ്റ് ഗോ ചെയ്യുക. എത്രയും നിങ്ങൾ സ്ട്രെസ് എടുക്കണോ അത് നിങ്ങളുടെ ഹെൽത്തിനും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യുക. ക്വീൻ ഓഫ് സോർഡ്സ് ഒരു പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്. പ്രാക്ടിക്കലായി കാര്യങ്ങളെ ചിന്തിക്കുക. ആൻഡ് നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് തോന്നുന്നത് ആരോ നിങ്ങളെ ചീറ്റ് ചെയ്തു. ആൻഡ് ആ എനർജി ആണ് നിങ്ങളെ നീയും സാഡ് ആക്കണേ, ഡിസപ്പോയിൻറ്റഡ് ആക്കണേ. ഇവിടെ നിങ്ങളല്ല വിക്ടിം, ആ മറ്റേ പേഴ്സൻ്റെ ലോസ് ആണ്. അവർ നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് അവരുടെ നഷ്ടം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, ആൻഡ് ഇത് ഫിനാൻഷ്യൽ ആയാലും സെയിം മെസ്സേജാണ്. നിങ്ങൾ എന്താ ലൂസ് ചെയ്ത് വെച്ചാൽ അതിപ്പോൾ പാസ്റ്റിലാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ച കാര്യമില്ല, അത് പോയി, അത് കഴിഞ്ഞു. ഇപ്പോൾ കുറേ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അത് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫ്യൂച്ചറിൽ ആൾക്കാർ നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കില്ല. ആൻഡ് കുറെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഓർത്ത് നോക്കുക. എന്നുവെച്ചാൽ ഇത് ഉണ്ടായത് ഇതിലൊരു ലെസൺ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ക്ലാരിറ്റി വെക്കുക തോട്ട്സിലും കമ്മ്യൂണിക്കേഷനിലും. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ പറ്റാത്ത ഫിറ്റ് ആവാത്ത ആൾക്കാരും സിറ്റുവേഷൻസിനെയൊക്കെ കട്ട് ഓഫ് ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് മെസ്സേജ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന്. നമ്മൾക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ഓറക്കിൾ മെസ്സേജ് കാർഡ്സ് നോക്കാം. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ജെമിനായി ഇത് ഒരു പാസിങ് ഫേസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ വലിയ ചേഞ്ചസ് ആണ്. എല്ലാം പോസിറ്റീവായിട്ടാണ് ചേഞ്ചസ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക, പ്രിപ്പയർ ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ കുറേ ബ്രൈറ്റ് ആണ്. അപ്പോൾ ഇതാണ് ജെമിനായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.